അതെ, നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ വരുന്നൊരു പാർട്ടാണ് കിച്ചണിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. കിച്ചൺ ഓപ്പൺ ആക്കി ചെയ്യണോ അതോ ക്ലോസ്ഡ് ആക്കി ചെയ്യണോ എന്നുള്ളത്. സോ അതിനൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ, ഈ ഓപ്പൺ കിച്ചൺ എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ് കാണാൻ, ലുക്സ് അമേസിങ് അല്ലേ. അതുപോലെ തന്നെ അത് ഒന്നുകൂടി വൈഡറാണ്, ഒന്നുകൂടി സോഷ്യലാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അത് എല്ലാവരുടെ ഒരു കപ്പ് ഓഫ് ടീ അല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഓപ്പൺ കിച്ചൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു വേ ഓഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കുക്കിംഗ് സ്റ്റൈൽ വെച്ചിട്ട് നമ്മൾ ഒരുപാട് മസാലാസും അതുപോലെ തന്നെ ഒരുപാട് നോയ്സിയാണ്. അല്ലെങ്കിൽ നമ്മൾ കിച്ചൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സ്പേസാണ്. അതുകൊണ്ട് തന്നെ ഓപ്പൺ കിച്ചൺ എന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു കപ്പ് ഓഫ് ടീ അല്ല. സോ ക്ലോസ്ഡ് കിച്ചണിലോട്ട് വരികയാണെങ്കിൽ അത് ഫങ്ഷണബിൾ ആണ്. കാരണം എന്താ വെച്ചാൽ അത് പ്രാക്ടിക്കലി നമ്മൾ നോക്കുമ്പം അത് ക്ലോസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമുക്കൊന്നുകൂടി സ്മെല്ല് കുറക്കാൻ പറ്റും, നോയ്സ് കുറക്കാൻ പറ്റും. അതുമല്ല ഒന്നും കൂടി ഇൻട്രാക്ട് ചെയ്യാൻ നമുക്കൊന്നുകൂടി പ്രൈവസി കിട്ടുന്ന ഒരു സ്പേസും കൂടിയാണ് ക്ലോസ്ഡ് കിച്ചണിലോട്ട് വരുന്നത്. സോ ആസ് ആൻ ആർക്കിടെക്ട് ഞാനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ, കിച്ചൺ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യുക, ഓപ്പൺ ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തോ. പക്ഷേ എന്താ വെച്ചാൽ അതിനൊരു ചെറിയൊരു ഡോറോ അല്ലെങ്കിൽ ഒരു സ്ലൈഡിംഗ് ഡോറോ എന്തെങ്കിലും വെച്ചിട്ട് ഡിസൈൻ ചെയ്യാം. സോ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കുക്ക് ചെയ്യാത്ത സമയത്ത് അത് ഓപ്പൺ ചെയ്തിട്ടാൽ ഓപ്പൺ കിച്ചൺ ഫീൽ കിട്ടാനും, ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത് ക്ലോസ്ഡ് കിച്ചൺ ഫീൽ കിട്ടുന്ന രീതിക്ക് നമുക്ക് എന്ത് ചെയ്യുക, അതിനെ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ പ്രാക്ടിക്കലി അത് കൊണ്ടുവരാൻ പറ്റും. സോ സേവ് ദിസ് വീഡിയോ ബിഫോർ യു ബിൽഡ്.